ഒരിക്കലും നമ്മളെ ചതിച്ചവരെ വീണ്ടും വിശ്വസിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം? ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യവും നമ്മൾ ക്ഷമിച്ചില്ലേ? ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് റീതിങ്ക് ചെയ്യുക. വീണ്ടും അവർ നമ്മളെ ചതിക്കും, അതിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ക്ഷമിക്കാം അവരോട്, അവരെ അകറ്റി നിർത്തണം. വീണ്ടും വിശ്വസിക്കരുത്, അവർ ചതിക്കുക തന്നെ ചെയ്യും. അവർക്ക് വിശ്വാസം എന്താണെന്നോ കരുണ എന്താണെന്നോ ഇതൊന്നും മനസ്സിലാവില്ല. അവർ ചതി മാത്രം പഠിച്ചവരാണ്. ചതിയിൽ കൂടെ ജീവിക്കുന്നതും ചതിച്ച് മനുഷ്യനോട് കള്ളം പറഞ്ഞ് കപട വാക്കുകൾ പറഞ്ഞ് അതൊരു അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി മാത്രമാണ്. അതുകൊണ്ട് നമ്മളെ ചതിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കാതിരിക്കുക. ചതിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിൽ അവർ വിജയിച്ചു എന്നാണ്. ഒരിക്കലുമല്ല. നമ്മൾ തകർച്ചയുടെ വക്കിൽ നമ്മളെ ആക്കിയിട്ടാണ് അവർ നിൽക്കുന്നതെന്ന് അവർ മറന്നു പോകുന്നു. പക്ഷേ ആ തകർച്ചയിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്ക് കാണിക്കുക തന്നെ ചെയ്യണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഹൃദയം കൊടുത്ത് സ്നേഹിക്കുമ്പോഴും നമ്മളെ ചതിച്ചിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞതും കേട്ടതുമായുള്ള പല സത്യങ്ങളും ഉള്ളിൽ വെച്ച് ആ മുറിവിൻ്റെ നൊമ്പരത്തോടെ നമ്മൾ ജീവിക്കുകയാണ്. ഇപ്പം മാറും നാളെ മാറും എന്നോർത്ത് വീണ്ടും വീണ്ടും കള്ളങ്ങൾ കൊണ്ട് ചീട്ട് കൊട്ടാരങ്ങൾ അവർ കെട്ടി മനഞ്ഞ് നൃത്തമാടുമ്പോൾ, സന്തോഷത്തോടെ തുള്ളിച്ചാടുമ്പോൾ നമ്മൾ ഉള്ളിൽ ഉരുകി തീരുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി വീണ്ടും നമ്മൾ വിഡ്ഢിവേഷം കെട്ടണോ വേണ്ടയോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരിക്കലും ആർക്കും വേണ്ടി അടിയറവ് പറയാനുള്ളതല്ല നമ്മുടെ ജീവിതം. ജീവിച്ച് കാണിച്ചു കൊടുക്കുക നേരായ പാതയിൽ. ആർക്കും വേണ്ടി നമുക്കെല്ലാവരോടും ക്ഷമിക്കാം. ആരോടും പാപങ്ങളോ അല്ലെങ്കിൽ കറകളോ മനസ്സിൽ വിദ്വേഷവും വെക്കേണ്ടതില്ല. എല്ലാവരോടും ക്ഷമിക്കാം. പക്ഷേ വീണ്ടും വിശ്വസിക്കാതിരിക്കുക. അവർ നമ്മളെ ചതിക്കും. 100-ൽ 110% ഉറപ്പാണ്. ചതിയന്മാരും ചതിച്ചുകളും ചതിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തി ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മുടെ വിജയം അവരുടെ മുൻപിൽ വിളങ്ങട്ടെ, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക. സങ്കടപ്പെട്ടല്ല, സന്തോഷത്തോടു കൂടി ജീവിച്ച് കാണിക്കുക. ബൈ.